അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഒക്കെ കണ്ടിട്ടില്ലേ? ഗെയിം ഒക്കെ കളിക്കാറുണ്ടോ? പിന്നെ എന്തൊക്കെയാ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നേ? എന്തൊക്കെയാ ചെയ്യുന്നേ? പ്രോഗ്രാം അതല്ല, മോൻ എന്തൊക്കെയാ കമ്പ്യൂട്ടറിൽ ചെയ്യാ? ഓക്കെ, ഗെയിം കളിക്കും. പിന്നെ വീഡിയോസ് കാണാ, മൂവീസ് കാണാ. പിന്നെ എന്തൊക്കെയാ, ചിത്രം വരയ്ക്കാൻ പറ്റില്ലേ? പിന്നെ എന്തൊക്കെ ചെയ്യാ? കുറെ കാര്യങ്ങൾ ചെയ്യാ അല്ലെ? കമ്പ്യൂട്ടറിന് ഏതൊക്കെ പാർട്ടുകളാണുള്ളത്? CPU, മോണിറ്റർ, മൗസ്, പിന്നെ കീബോർഡ്. പണ്ടത്തെ പിന്നെ ഒരാളും കൂടി ഉണ്ട്, UPS എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഈ പവർ ഒക്കെ പോണ സമയത്ത്, കറണ്ട് പോണ സമയത്ത് കമ്പ്യൂട്ടറിന് കറണ്ട് കൊടുത്തിരുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, कंप्यूटर. ओके, मन को करता है मत वाला, कंप्यूटर है बहुत निराला. मन को करता है मत वाला, कंप्यूटर है बहुत निराला. यह तो एक अनिवार्य भाग है कंप्यूटर का यह दिमाग है. चलते इससे है प्रोग्राम, CPU है इसका नाम. ओके, मन को करता है मत वाला, कंप्यूटर है बहुत निराला. यह तो एक अनिवार्य भाग है कंप्यूटर का यह दिमाग है. चलते इससे है प्रोग्राम, CPU है इसका नाम. ओके, ഇതിലെന്താ പറയുന്നത് നോക്കാം. മൻകോ കർത്താ ഹേ മത് വാല എന്താണ്? നമ്മുടെ മനസ്സിനെ ഭയങ്കര ജോയ്ഫുൾ ആക്കി നിർത്തും. ഓക്കെ, ഓവർ ജോയ്ഡ് ആക്കും. ആരാണ്? കമ്പ്യൂട്ടർ ഹേ ബഹുത് നിരാല. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? ഓക്കെ, അതാണ് പറയുന്നത്. മൻകോ കർത്താ ഹേ മത് വാല, കമ്പ്യൂട്ടർ ഹേ ബഹുത് നിരാല. യഹ് തോ ഏക് അനിവാര്യ ഭാഗ ഹൈ. ഇനി കമ്പ്യൂട്ടറിന്റെ എന്താണ്? ഒരു ഭാഗത്തിന് വേണ്ടി. യഹ് തോ ഏക് അനിവാര്യ ഭാഗ ഹൈ. ഇത് എന്താണ്? ഒരു നെസസറി ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അനിവാര്യ ഭാഗം എന്ന് വെച്ചാല് നെസസറി ആയിട്ടുള്ള ഒരു പാർട്ട്. എന്താണ്? യഹ് തോ ഏക് അനിവാര്യ ഭാഗ ഹൈ कंप्यूटर का यह दिमाग है. എന്താണ്? കമ്പ്യൂട്ടർ കാ യഹ് ദിമാഗ് ഹൈ. ദിമാഗ് എന്ന് വെച്ചാൽ എന്താ? ബ്രെയിൻ. ദിമാഗ് എന്ന് വെച്ചാൽ എന്താ? ബ്രെയിൻ. അപ്പൊ എന്താ പറഞ്ഞ? യഹ് തോ ഏക് അനിവാര്യ ഭാഗ് ഹൈ കമ്പ്യൂട്ടർ കാ യഹ് ദിമാഗ് ഹൈ. ഇതൊരു നെസസറി ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണിത്. ഏതാ നോക്കാ? ചലത്തെ ഇസ്സേ ഹേ പ്രോഗ്രാം. പ്രോഗ്രാം ഏതിലാണ് റൺ ചെയ്യുന്നത്? ഇതിലാണ് റൺ ചെയ്യുന്നത്. CPU ഹേ ഇസ്കാ നാം. അതിന്റെ പേരെന്താണ്? CPU. എന്താണ് അതിന്റെ പേര്? CPU. അപ്പൊ എന്താ പറയുന്നേ? ഇതിൽ ആദ്യം പറഞ്ഞത് ആരെ പറ്റിട്ടാണ്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആയിട്ടുള്ള CPU-നെ പറ്റിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കാം. മൻകോ കർത്താ ഹേ മത് വാല, കമ്പ്യൂട്ടർ ഹേ ബഹുത് നിരാല. ആദ്യത്തെ രണ്ട് ലൈൻ എന്തിനെ പറ്റിട്ടാ പറയുന്നത്? കമ്പ്യൂട്ടറിനെ പറ്റിട്ടാണ് പറയുന്നത്. എന്താണ്? ഭയങ്കര ഓവർ ജോയിഡ് ആയിട്ടുള്ള, ഭയങ്കര നമുക്ക് എന്താ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്? കമ്പ്യൂട്ടർ എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? കമ്പ്യൂട്ടറിന്റെ ഒരു പാർട്ടിനെ പറ്റിട്ടാണ് പറയുന്നത്. ഏത് പാർട്ടിനെ പറ്റിട്ടാ പറയുന്നത്? CPU-നെ പറ്റിട്ടാണ് പറയുന്നത്. യഹ് തോ ഏക് അനിവാര്യ ഭാഗ്. അതൊരു അനിവാര്യ ഭാഗാണ്. കമ്പ്യൂട്ടറിന്റെ ദിമാഗാണ് അല്ലെ?
यह कंप्यूटर का अनिवार्य भाग है. यह कंप्यूटर का दिमाग है. എന്താണ് ഇത് കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കമ്പ്യൂട്ടർ കാ ദിമാഗ് ഹെ. ഇതെന്താണ് കമ്പ്യൂട്ടറിന്റെ എന്താണ് പറയുന്നത് ബ്രെയിൻ ആണ്. ചലത്തെ ഇസ്സെ ഹേ പ്രോഗ്രാം. പ്രോഗ്രാം ഇസ്സെ ചലത്തെ ഹേ. എന്താണ് പ്രോഗ്രാം ഏതിലൂടെയാണ് പ്രോഗ്രാം കേസെ ചലത്തെ ഹേ. പ്രോഗ്രാം എങ്ങനെയാണ് പോകുന്നത് റൺ ചെയ്യുന്നത് ഇസ്സെ ഏതിലാണ് സിപിയുലാണ് റൺ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ കാ യഹ് ദിമാഗ് ഹെ चलते इससे है प्रोग्राम. प्रोग्राम इससे चलते हैं. प्रोग्राम किससे चलते हैं प्रोग्राम CPU से चलते हैं. ഏതി കൂടെയാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഏതി കൂടെയാണ് CPU. അപ്പൊ പ്രോഗ്രാം किससे चलते हैं CPU से चलते हैं. ओके CPU है इसका नाम. ഇതിന്റെ പേരെന്താ CPU. മനസ്സിലായോ ആദ്യത്തെ സ്റ്റാൻസ. ओके അടുത്ത സ്റ്റാൻസയ്ക്ക് പോവാം. गतिविधियां सब दिखलाता है. यह मॉनिटर कहलाता है. सुंदर रंग है न्यारे न्यारे आंखों को लगते हैं प्यारे. गतिविधियां सब दिखलाता है. यह मॉनिटर कहलाता है. सुंदर रंग है न्यारे न्यारे आंखों को लगते हैं प्यारे. ഇതിലെന്താ പറയുന്നേ ആരെ പറ്റിയാ പറയുന്നേ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഏത് പാർട്ടിനെ പറ്റിയാ പറയുന്നേ മോണിറ്റർ. മോണിറ്റർ. മോണിറ്റർ എന്താ ചെയ്യുന്നേ ഗതിവിധിയാം സബ് ദിഖ്ലാത്താ ഹേ. എന്താ ചെയ്യുന്നേ ഗതിവിധിയ അതായത് ആക്ടിവിറ്റീസ് ഒക്കെ ദിഖ്ലാത്താ ഹേ. ഷോസ് ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് കാണിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോ പണി ചെയ്യുന്നത് അത് നമ്മൾ കാണുന്നത് ഏത് വഴിയാണ് മോണിറ്റർ വഴിയാണ് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഗതിവിധിയാ സബ് ദിഖ്ലാത്താ ഹേ. അതൊക്കെ കാണിച്ചു തരുന്നു. നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ചു തരുന്നു. യഹ് മോണിറ്റർ കഹ്ലാത്താ ഹേ. അതിനെന്ത് പറയുന്നു മോണിറ്റർ എന്ന് പറയുന്നു. കഹ്ലാത്താ ഹേ എന്ന് പറയുമ്പോ പറയുന്നു. എന്ത് പറയുന്നു അതിനെ എന്ത് പറയുന്നു എന്ത് പേര് വെച്ചിട്ടാ നമ്മൾ വിളിക്കുന്നേ മോണിറ്റർ. മോണിറ്റർ. ഗതിവിധിയാ സബ് ദിഖ്ലാത്താ ഹേ. യഹ് മോണിറ്റർ കഹ്ലാത്താ ഹേ. എന്താണ് ഗതിവിധിയൊക്കെ കാണിക്കുന്നുണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു മോണിറ്റർ എന്ന് പറയുന്നു. സുന്ദർ രംഗ് ഹേ ന്യാരേ ന്യാരേ. എന്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യാരേ ന്യാരേ എന്ന് വെച്ചാൽ എന്താ ഡിഫറെന്റ് കളേഴ്സ് കാണിക്കുന്നു അല്ലെ. മോണിറ്ററിൽ ഒരു കളറാണോ കാണിക്കുന്നേ അല്ല അല്ലെ. എല്ലാ കളറും കാണാം നമുക്ക് മോണിറ്ററിൽ കൂടെ. അതാണ് പറയുന്നത് സുന്ദർ രംഗ് ഹേ ന്യാരേ ന്യാരേ. എന്താണ് ന്യാരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ്. സുന്ദർ രംഗ് നല്ല ഭംഗിയുള്ള പല ടൈപ്പുള്ള കളറുകള് കാണിക്കുന്നുണ്ട്. ആഖോക്കോ ലഗത്തെ ഹേ പ്യാരെ. അപ്പൊ നമ്മുടെ കണ്ണിന് എന്താണ് നമുക്ക് കണ്ണിന് അത് കാണുമ്പോ ഭയങ്കര ഇഷ്ടാവുന്നല്ലേ. പ്യാരെ എന്ന് വെച്ച് കഴിഞ്ഞാല് ലവിങ്. അപ്പൊ എന്താണ് ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ കണ്ണിന് ആഖോ എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണുകൾ ഐസ്. ഓക്കെ അറിയില്ലേ ആഖ എന്ന് വെച്ച് കഴിഞ്ഞാ കണ്ണ്. അതാണ് പറയുന്നത് സുന്ദർ രംഗ് ഹേ ന്യാരേ ന്യാരേ ആഖോക്കോ ലഗത്തെ ഹേ പ്യാരെ. എന്താണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കാണുമ്പോ കണ്ണുകൾക്ക് എന്താണ് ഭയങ്കര ഇഷ്ടാവും അല്ലേ. നല്ല ഡിഫറെന്റ് കളേഴ്സ് കാണുമ്പോഴല്ലേ നമുക്ക് ഇഷ്ടാവാ. സെയിം കളർ തന്നെ കാണുമ്പോ നമുക്ക് ഇഷ്ടാവോ ഇഷ്ടാവോ ഇല്ല. അപ്പൊ അതാണ് പറയുന്നത് നമുക്ക് നമ്മുടെ കണ്ണിന് ഭയങ്കര ലവിങ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ഏത് ത്രൂ കാണാൻ പറ്റും മോണിറ്റർ ത്രൂ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഈ ലൈനിൽ പറയുന്നത് ഗതിവിധിയാ സബ് ദിഖ്ലാത്താ ഹേ യഹ് മോണിറ്റർ കഹ്ലാത്താ ഹേ. സുന്ദർ രംഗ് ഹേ ന്യാരേ ന്യാരേ ആഖോ കോ ലഗത്തെ ഹേ പ്യാരെ. മനസ്സിലായോ? അപ്പൊ ഗതിവിധി അപ്പൊ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഗതിവിധിയ കേസേ ദിഖ്തേ ഹേ. ഗതിവിധിയ എങ്ങനെയാണ് കാണുന്നത്? ഗതിവിധിയ കഹാ ദിഖാ മോണിറ്റർ മേ ദിഖ്താ ഹേ.
गतिविधियां कहाँ दिखता है? मॉनिटर में दिखता है. മോണിറ്റർ में क्या दिखता है? മോണിറ്ററിൽ എന്താണ് കാണുന്നത്? മോണിറ്റർ में क्या दिखता है? क्या दिखता है? ഗതിവിധിയാ दिखता है അല്ലേ? और എന്തൊക്കെയാ കാണുന്നേ? സുന്ദർ രംഗ്, ന്യാരെ ന്യാരെ സുന്ദർ രംഗ് ദിക്താ ഹെ അല്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള ഭംഗിയുള്ള കളേഴ്സ് നമുക്ക് കാണാം. അപ്പൊ എന്തൊക്കെയാണ് മോണിറ്റർ? മോണിറ്റർ में क्या क्या दिखता है? ഗതിവിധിയാ दिखता है, സുന്ദർ, ന്യാരെ ന്യാരെ രംഗ് ദിക്താ ഹെ. എന്താണ്? ഗതിവിധിയാ കാണുന്നു, അതായത് ആക്ടിവിറ്റീസ് കാണുന്നു. പിന്നെന്താ കാണുന്നേ? ഭംഗിയുള്ള നിറങ്ങള് കാണുന്നു. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് സെൻസിലേക്ക് പോവാം. ഇതാരാണ്? keyboard, कीबोर्ड. इसमें कुंजी बहुत समाई, टाइप इस इनसे करना भाई. सोच सोच कर बटन दबाना, हिंदी इंग्लिश लिखते जाना. इसमें कुंजी बहुत समाई, टाइप इसमें करना भाई. सोच सोच कर बटन दबाना, ഹിന്ദി ഇംഗ്ലീഷ് ലിഖ്തേ ജാന. എന്താ പറയുന്നേ? ഇസ്മേ കുഞ്ചി ബോത് സമായി. ഇതിലെന്താണ്? കുഞ്ചി. കുഞ്ചി എന്താണ്? കീസ്. ബട്ടണില്ലേ? നമ്മൾ കീബോർഡിൽ എന്താ കൂടുതലുള്ളത്? ബട്ടൺസ് അല്ലേ? അപ്പൊ കുഞ്ചി ബോത് സമായി, അതൊക്കെ എന്താ ചെയ്യുന്നത്? ഇത് അതില് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടെയ്ൻ ചെയ്ത്, അതായത് ഇതിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ലോട്ട്സ് ഓഫ് കീസ് ഉണ്ട് അല്ലെ? എന്തൊക്കെ കീസ് ആണുള്ളത്? ആൽഫബറ്റ്സ് ഉണ്ട്, ഷിഫ്റ്റ് ഉണ്ട്, സ്പേസ് ഉണ്ട്. കണ്ടിട്ടില്ലേ? കമ്പ്യൂട്ടറിന്റെ കീബോർഡ് കണ്ടിട്ടില്ലേ? യെസ് ഓർ നോ? yes, യെസ്. ഓക്കെ. അപ്പം എന്താണ്? കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നമ്മൾ കൊറേ എന്തുണ്ട്? കീസ് ഉണ്ട്. അപ്പൊ ഇസ്മേ കുഞ്ചി ബോത് സമായി. കണ്ട, ഇതിൽ എന്തോരം കീസ് ഉണ്ട്? അതൊക്കെ ഉൾപ്പെടുന്നതാണ്, അതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലെ ഇതില്? അതാണ് പറയുന്നത്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കീബോർഡ്. അപ്പൊ എന്താണ്? ഇസ്മേ കുഞ്ചി ബോത് സമായി, ടൈപ്പ് ഇസ്മേ കർണ ഭായി. അപ്പൊ ഏതിൽ ടൈപ്പ് ചെയ്യാനാ പറയുന്നേ? ഭായി, സഹോദര. ഏതിലാണ്? ഭായി എന്ന് വെച്ചാൽ എന്താ? ബ്രദർ. ഏതിലാ ടൈപ്പ് ചെയ്യണ്ടേ? കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ പറയാണ് അല്ലെ? ടൈപ്പ് ഇൻസേ കർണ ഭായി. ടൈപ്പ് ഏതിലാണ് ചെയ്യേണ്ടത്? കീബോർഡിലാണ് ചെയ്യേണ്ടത്. സോച്ച് സോച്ച് കർ ബട്ടൺ ദബാന. എന്താ പറഞ്ഞേ? ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? ബട്ടൺ ദബാന, ബട്ടൺ പ്രസ് ചെയ്യണം. എന്താണ്? ഭയങ്കര സൂക്ഷിച്ചിട്ട് ചിന്തിച്ചിട്ട് വേണം ബട്ടൺസ് അമർത്തേണ്ടത്. ഹിന്ദി ഇംഗ്ലീഷ് ലിഖ്തേ ജാന. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും? കുറെ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? കോമൺ ആയിട്ട് നമ്മൾ എന്താ ടൈപ്പ് ചെയ്യാ? ഇംഗ്ലീഷ് ആണ് ടൈപ്പ് ചെയ്യാം അല്ലെ? ഹിന്ദി ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ ഹിന്ദി ടൈപ്പ് ചെയ്യാം, മലയാളം ടൈപ്പ് ചെയ്യാം, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഹിന്ദി ഇംഗ്ലീഷ് ലിഖ്തേ ജാന. അപ്പൊ ഈ ടൈപ്പ് ചെയ്തിട്ട് എന്ത് എഴുതാനാ പറയുന്നേ? ഹിന്ദി ഇംഗ്ലീഷ് എഴുതൂ എന്നാണ് പറയുന്നത്. ഓക്കെ. इसमें कुंजी बहुत समाई, टाइप इनसे करना भाई. सोच सोच कर बटन दबाना, हिंदी इंग्लिश लिखते जाना. ओके ओके. ഇതാരാണ്? mouse, മൗസ്. ये चूहा है सिर्फ नाम का. മൗസ് എന്ന് വെച്ചാൽ എന്താ? എലി അല്ലേ? അപ്പൊ यह चूहा है സിർഫ് നാമക. ഇതെന്താണ്? പേരാണ്. എന്താണ്? പേര് കൊണ്ട് മാത്രമാണ് ആര്? ഇത് എലി. പേര് കൊണ്ട് മാത്രാണ് എലി. മൗസ് ഹോത്ത ബോത് കാം കാ. എന്താ? ഭയങ്കര യൂസ്ഫുൾ ആണ്. യഹ കമാൻഡ് കാ ഓഡിറ്റർ ഹൈ, इसके वश में कंप्यूटर है. यह चूहा है सिर्फ नाम का, माउस होता बहुत काम का. यह कमांड का ऑडिटर है, इसके वश में कंप्यूटर है. എന്താ പറയുന്ന? യ ചുവാ ഹെ സിർഫ് നാം കാ. ഇതെന്താണ്? പേര് മാത്രാണ് മൗസ് എന്നുള്ളൂ. മൗസ് ഹോത്താ ഹെ ബോത് കാം കാ. മൗസ് എന്താണ്? ഭയങ്കര എന്താണ്? യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ?
യഹ് കമാൻഡ് കാ ഓഡിറ്റർ ഹെ. ഇതിൽ കൂടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കമാൻഡ് കൊടുക്കുന്നത് അല്ലേ? ഇത് കമാൻഡുകൾ കൊടുക്കുന്ന കാര്യമാണ്. ഇസ്കി വശ് മേ കമ്പ്യൂട്ടർ ഹെ. മൗസ് കേടായാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കമ്പ്യൂട്ടറിൽ? അപ്പൊ കമ്പ്യൂട്ടർ കിസ്കി വശ് മേ ഹെ. കമ്പ്യൂട്ടർ ഏതിന്റെ വശിലാണുള്ളത്? ഏതിന്റെ കൺട്രോളിലാണുള്ളത്? വശ് എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പ്യൂട്ടർ, മൗസ്. इसके वश में कंप्यूटर है. कंप्यूटर किसके वश में है? कंप्यूटर माउस के वश में है. കമാൻഡ് का ऑडिटर कौन है? കമാൻഡിന്റെ ഓഡിറ്റർ ആരാണ്? mouse, മൗസ്. അപ്പൊ മനസ്സിലായില്ലേ? यह चूहा है सिर्फ नाम का, माउस होता है बहुत काम का. यह कमांड का ऑडिटर है, इसके वश में कंप्यूटर है. ओके. okay, कविता लेख लिखो जी भर के, तुरंत छाप लो इस प्रिंटर से. नवयुग का कहलाता ट्यूटर, बहुत काम का है कंप्यूटर. എന്താ പറയുന്നേ? കവിത ലേഖ് ലിഖോ ജി ഭർക്കെ. എന്താണ്? കവിതകൾ നിങ്ങൾ ജി ഭർക്കെ. ജി ഭർക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫുള്ളി ആയിട്ട് നിങ്ങൾ ഹൃദയം തുറന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾ കവിത എഴുതിക്കോ. തുരന്ത് ഛാപ്പിലോ. കവിതയും ലേഖും എന്താ റൈറ്റ് ആയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോ. കവിത മാത്രല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോ. തുരന്ത് ഛാപ്പിലോ ഇസ് പ്രിന്റർ സെ. അത് ഏതി കൂടെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും? പ്രിന്ററിൽ കൂടെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഹം കിസ്സെ ഛാപ്തേ ഹേ. ഏതി കൂടെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്? ഹം പ്രിന്റർ സെ ഛാപ്തേ ഹേ. പ്രിന്ററിൽ കൂടെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. നവയുഗ കാ കഹലാത്ത ട്യൂട്ടർ. നവയുഗ എന്ന മോഡേൺ എറ. മോഡേൺ എറയിലത്തെ ട്യൂട്ടർ ആരാന്നാണ് പറയുന്നത്? നവയുഗ കാ കഹലാത്ത ട്യൂട്ടർ ബോത് കാം കാ ഹെ കമ്പ്യൂട്ടർ. എന്താണ്? കമ്പ്യൂട്ടർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്പ്യൂട്ടറിനെ എന്താ പറയുന്നേ? നവയുഗ കാ ട്യൂട്ടർ എന്നാണ് പറയുന്നത് അല്ലെ? മോഡേൺ എറയിലത്തെ ടീച്ചറിനെയാണ് എന്ത് പറയുന്നേ? കമ്പ്യൂട്ടറിനെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് തൊട്ട് നമുക്ക് ഒന്നുകൂടി വായിക്കാം. कंप्यूटर मन को करता है मतवाला, कंप्यूटर है बहुत निराला. यह तो एक अनिवार्य भाग है, कंप्यूटर का यह दिमाग है. चलते इससे है प्रोग्राम, सीपीयू है इसका नाम. गतिविधियां सब दिखलाता है, यह मॉनिटर कहलाता है. सुंदर रंग न्यारे न्यारे, आंखों को लगते हैं प्यारे. इसमें कुंजी बहुत समाई, टाइप इससे करना भाई. सोच सोच कर बटन दबाना, हिंदी इंग्लिश लिखते जाना. यह चूहा है सिर्फ नाम का, माउस होता बहुत काम का. यह कमांड का ऑडिटर है, इसके वश में कंप्यूटर है. कविता लेख लिखो जी भर के, तुरंत छाप लो इस प्रिंटर से. नवयुग का कहलाता ट्यूटर, बहुत काम का है कंप्यूटर. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്കൊക്കെ പോവാം. ഓക്കെ, okay, ഫസ്റ്റ് ഇതിന്റെ ഇതിന്റെ റൈറ്ററിന്റെ പേര് നമുക്ക് ഈ റൈറ്ററിനെ നോക്കാം. ഇത് എഴുതിയത് രൂപചന്ദ്ര ശാസ്ത്രി മയക് എന്ന് പറഞ്ഞ റൈറ്റർ ആണ്. ഈ കവിത പോയിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ പിക്ചർ. അപ്പൊ നമുക്ക് നോക്കാം. രൂപചന്ദ്ര ശാസ്ത്രി മയങ്ക്. മയങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ്. ഓക്കെ, നമ്മളെ റൈറ്റേഴ്സിന്റെ പെൻ നെയിംസ് ഉണ്ടാവില്ലേ? ഓക്കെ, അവര് എഴുതുമ്പോ അവരൊരു പ്രത്യേക പേരിൽ എഴുതും. അവരുടെ റിയൽ ആയിട്ടുള്ള നെയിം കൊടുക്കാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ നെയിമോ എന്തെങ്കിലും ആ നെയിമിൽ വെച്ചിട്ടായിരിക്കും അവര് കവിതകൾ എഴുതുന്നുണ്ടാവുക. അപ്പൊ അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ് മയങ്ക്. ഓക്കെ, രൂപചന്ദ്ര ശാസ്ത്രി മയങ്ക് का जन्म 4 फरवरी 1951 को उत्तर प्रदेश के तिला बेजनौर നസീബാബാദ് में हुआ था. അപ്പൊ എന്താ ഉണ്ടായത്? അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? ജനുവരി 4, 1951 അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ തിലാ ബേജോണറിലെ എന്താണ് നജീബാബാദിലാണ് അദ്ദേഹം ജനിച്ചത്.
ये ഉച്ചാരൺ പത്രികാക്കെ സമ്പാദക थे. ഇതിന്റെ സമ്പാദക് എന്ന് വെച്ച് കഴിഞ്ഞാല് എഡിറ്റർ. ഓക്കെ, എഡിറ്റർ ആയിരുന്നു. ഉച്ചാരൺ എന്ന് പറഞ്ഞാൽ പത്രികയിലത്തെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. इसको कई प्रतिनिधि रचनाएं और कविता संग्रह. എന്താണ് അദ്ദേഹത്തിന് കുറെ, അതായത് അതായത് പ്രതിനിധി കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റീനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനെയോ റെപ്രസെന്റ് ചെയ്തിട്ട് എഴുതുന്ന കവിതകൾ. അങ്ങനത്തെ കുറെ കവിതകൾ ആരെഴുതിയിട്ടുണ്ട്? അങ്ങനത്തെ കുറെ രചനകള്, അതായത് കുറെ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ കവിതാ സംഗ്രഹങ്ങളും അദ്ദേഹം എഴുതി, കുറെ കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഒരു ചെറിയ പ്രൊഫൈലാണ് ആരുടെ? രൂപചന്ദ്ര ശാസ്ത്രി. ഈ കവിതയുടെ ലേഖകാരാണ് രൂപചന്ദ്ര ശാസ്ത്രി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. CPU के द्वारा कंप्यूटर पर क्या चलता है? CPU-ന്റെ കൂടെ എന്താണ്, കമ്പ്യൂട്ടറിൽ എന്താ നടക്കുന്നേ? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എഴുതാം. പെൻസിൽ കൊണ്ട് എഴുതണേ. CPU के द्वारा कंप्यूटर पर क्या चलता है? CPU കൊണ്ട് എന്താണ് നടക്കുന്നത്? കമ്പ്യൂട്ടറിൽ എന്താണ് നടക്കുന്നത്? എന്താ നടക്കുന്നത് കമ്പ്യൂട്ടറിൽ? എന്താ റൺ ചെയ്യുന്നത്? നമ്മൾ കവിതയിൽ എന്താ പഠിച്ചേ? CPU के द्वारा कंप्यूटर में क्या चलता है? क्या चलता है? CPU-ൽ എന്താ നടക്കുന്നേ? നമ്മൾ എന്താ കവിതയിൽ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? എന്താണ് പറഞ്ഞേ? പ്രോഗ്രാം അല്ലേ? CPU-ൽ എന്താ നടക്കുന്നേ? പ്രോഗ്രാം അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. CPU के द्वारा कंप्यूटर पर प्रोग्राम चलता है. കാണുന്നുണ്ടോ വലുതായിട്ട്? CPU के द्वारा कंप्यूटर पर प्रोग्राम चलता है. ओके, डन. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻസ് ആട്ടോ ഇത്. നെക്സ്റ്റ്, മോണിറ്റർ ക്യാ കാം കർത്താ ഹെ? മോണിറ്റർ ക്യാ കാം കർത്താ ഹെ? മോണിറ്റർ എന്ത് വർക്ക് ആണ് ചെയ്യുന്നത്? കാം എന്ന് വെച്ചാൽ വർക്ക്. പ്രോഗ്രാം ആരാ ചെയ്യുന്നേ? പ്രോഗ്രാം CPU അല്ലേ ചെയ്യുന്നേ? മോണിറ്ററിൽ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നേ? മലയാളത്തിൽ പറഞ്ഞേ. സ്ക്രീനിൽ കാണിക്കും. നമ്മുടെ ആക്ടിവിറ്റീസ് കാണിക്കുന്നു അല്ലെ? ഗതിവിധിയം ദിഖ്താ ഹെ അല്ലെ? ഗതിവിധിയം ദിഖ്ലാത്താ ഹെ എന്നല്ലേ ഇതില് കവിതയിൽ പറഞ്ഞിരിക്കുന്നേ? മോണിറ്റർ ഗതിവിധിയം ദിഖാത്താ ഹെ. മോണിറ്റർ ക്യാ കാം കർത്താ ഹെ? മോണിറ്റർ ഗതിവിധിയം ദിഖാത്താ ഹെ. ഇവിടെ ദിഖ് കഴിഞ്ഞിട്ട് ഒരു വര, ദിഖാത്താ ഹെ എന്നിട്ട് ഞാനിപ്പോ എഡിറ്റ് ചെയ്യാം. കണ്ടോ? ദിഖാത്താ ഹെ. ഇങ്ങനെയാണോ ചേഞ്ച് ചെയ്തേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. प्रिंटर किस काम आता है? प्रिंटर किस काम आता है? പ്രിന്ററിന്റെ പണി എന്താ? പ്രിന്റ് ചെയ്യാ, छापना अले? प्रिंटर कविता लेख आदि छापने में काम आता है. प्रिंटर किस काम आता है? प्रिंटर कविता लेख आदि छापने में काम आता है. प्रिंटर कविता लेख आदि छापने में काम आता है. അതായത് പ്രിന്റർ കവിതയും ലേഖനങ്ങളും ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിലാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. കാം ആത്താ ഹെ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, कंप्यूटर को नवयुग का ट्यूटर क्यों कहा गया है? കമ്പ്യൂട്ടറിനെ മോഡേൺ എറയുടെ ട്യൂട്ടർ ആയിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാ പറയുന്നത്? कंप्यूटर को नवयुग का ट्यूटर कहा गया है क्योंकि കമ്പ്യൂട്ടറിനെ നവയുഗത്തിന് മോഡേൺ എറയുടെ ട്യൂട്ടർ ആയിട്ട് പറയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ
ക്യോക്കി എന്തുകൊണ്ടെന്നാൽ യഹ് ഹമേ നയി ബാത്തെ സിഖാതാ ഹെ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂ തിങ്സ് നമ്മളെ പഠിപ്പിക്കുന്നു. നയി ബാത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂ തിങ്സ്. സിഖാതാ ഹെ പഠിപ്പിക്കും. ടീച്ച്. കഴിഞ്ഞോ? കുറച്ചുണ്ട്. ഓക്കെ. മോന് ഹിന്ദി ലെറ്റേഴ്സ് ഒക്കെ അറിയില്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? CPU के द्वारा कंप्यूटर पर क्या चलता है? വായിക്കാൻ പറ്റുമോ? ആൻസർ എന്താ? CPU के द्वारा पर द्वारा कंप्यूटर पर प्रोग्राम चलता है. प्रोग्राम चलता है. ഓക്കെ, ഒന്നുകൂടി വായിച്ചേ. CPU के द्वारा कंप्यूटर पर प्रोग्राम चलता है. പ്രോഗ്രാം, ഇത് പായും ഇത് രാന്റെ ചിഹ്നമാണ് കേട്ടോ. പ്രോഗ്രാം ഗ പ്ലസ് രായാണ് ഇങ്ങനെ ഒരു വര വരണല്ലേ, അതാണ് കേട്ടോ. പ്രോഗ്രാം ചൽത്താ ഹേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മോണിറ്റർ ക്യാ കാം കർത്താ ഹേ. അതിന്റെ ആൻസർ എന്താ? വായിച്ചേ. മോണിറ്റർ गतिविधियां मॉनिटर गतिविधियां दिखाता है. मॉनिटर गतिविधियां दिखाता है. मॉनिटर गतिविधियां दिखाता है. ओके, वेरी गुड. प्रिंटर किसका माता है? പ്രിന്റർ എന്താണ്? എന്ത് പണിയാണ് ചെയ്യുന്നത്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രിന്റർ കവിത आदि छापने में आता है. प्रिंटर कविता लेख आदि छापने में काम आता है. प्रिंटर कविता लेख आदि छापने में काम आता है. ओके, काम आता है. नेक्स्ट എന്താ? कंप्यूटर को नवयुग का ट्यूटर क्यों कहा गया है? മോഡേൺ എറയിലത്തെ ട്യൂട്ടർ ആയിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? कंप्यूटर को नवयुग का ट्यूटर कहा गया है. क्योंकि यह हमें नई बातें सिखाता है. ओके, कंप्यूटर को नवयुग का ट्यूटर कहा गया है. यह हमें क्योंकि हमें नई बातें सीखता है. सिखाता है. सिखाता है. ओके, वेरी गुड. ओके, ഒന്നുകൂടി വായിച്ചേ. कंप्यूटर को
नवयुग नवयुग ट्यूटर 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 हाँ कहा कब कब है गया काया की है यहाँ क्योंकि क्योंकि यहाँ यह यह हमें नई नई बातें बातें सिखाता सिखाता है ഓക്കെ വെരി ഗുഡ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലത്തെ പിക്ചർ ആണ്, ടെക്സ്റ്റിലത്തെ പേജിലുള്ളതാണിത്. അപ്പം ചിത്ര के स्थान पर शब्द लिखकर कविता की पंक्तियां पूरी कीजिए. पूरी कीजिए എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ പോയം ബൈ റൈറ്റിംഗ് ദ വേർഡ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദ പിക്ചർ. ആ പിക്ചറിന്റെ സ്ഥലത്ത് എന്ത് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. चलते चलते इससे है प्रोग्राम डैश है इसका नाम. എന്താണ്? इसका नाम क्या है? ഇതെന്താ? CPU CPU. കഴിഞ്ഞോ? गतिविधियां सब दिखाता है यह डैश कहलाता है. इधारा मॉनिटर. यह डैश है सिर्फ नाम का डैश होता बहुत काम का. यह दारा ആരാത്? മൗസ്. മൗസിന് എന്താ ഹിന്ദി പറയാ? ചൂഹ. അപ്പൊ എന്താ? ചൂഹ. ചൂഹ. सिर्फ नाम का. പിന്നെ ഇതെന്താ? ഇതാരാ? माउस. माउस होता है बहुत काम का. माउस होता है बहुत काम का. कविता लेख लिखो जी भर के तुरंत छाप लो इस. इधारा? प्रिंटर. प्रिंटर से. MCQ पार्ट എടുക്കുക. അതിലെന്താ? हम सारी गतिविधियां चित्र और रंग किस पर देख पाते हैं. നമ്മള് എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ചിത്രങ്ങളും പിന്നെ കളേഴ്സും ഏതിലാണ് കാണുന്നേ? ഏതിലാ കാണുന്നേ? പ്രിന്ററിലാണോ, മോണിറ്ററിലാണോ, CPU-ലാണോ, മൗസിലാണോ? മോണിറ്ററിൽ ടിക്ക് ഇടാം. ഓക്കെ. ലേഖ छापने का काम कौन करता है. ലേഖ അതായത് റൈറ്റിംഗ്സ് എഴുതുന്നത്, അതല്ല പ്രിന്റ് ചെയ്യുന്നത്, ആ പണി ആരാണ് എടുക്കുന്നത്? പ്രിന്റർ, CPU, മൗസ്, മോണിറ്റർ. ആരാണ്? പ്രിന്റർ. വെരി ഗുഡ്. കിസ്മേ बहुत सारी കുഞ്ചി होती है. ഏതിലാണ് കുറെ കീസ് ഉള്ളത്? ഏതിലാ? മോണിറ്റർ മേ, കീബോർഡ് മേ, CPU മേ, പ്രിന്റർ മേ. ഏതിലുള്ള? കീബോർഡ്. ഓക്കെ, കംപ്ലീറ്റഡ്. സഹി മിലാൻ കീജിയെ. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഇവിടെ കുറെ ഈ സൈഡില് എന്തുണ്ട്? കമ്പ്യൂട്ടറിന്റെ കുറെ പാർട്സ് ഉണ്ട്. ഈ സൈഡിൽ അതിന്റെ യൂസസ് മാത്രല്ല അതായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ട്. ഓക്കെ, ഇതിലെന്താ? പ്രിന്റർ ഉണ്ട്, കമ്പ്യൂട്ടർ, മൗസ്, കുഞ്ചി, CPU. अंग्रेजी हिंदी अंग्रेजी टाइप करना. हिंदी अंग्रेजी टाइप ചെയ്യാ. प्रोग्राम चलाना. लेख कहानी छापना. छापना प्रिंट ചെയ്യാ. നവയുഗ ട്യൂട്ടർ. എന്താണ്? മോഡേൺ എറാലത്തെ ടീച്ചർ, ട്യൂട്ടർ. കമാൻഡ് ദേന. ഓക്കെ, എന്താ? പെൻസിൽ കാണാതായോ? ഓക്കെ, പ്രിന്റർ എന്താ ചെയ്യുന്നേ? പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത്. ലേഖ കഹാനി ഛാപ്ന അല്ലെ, പ്രിന്റ് ചെയ്യുക അല്ലെ. ലേഖ കഹാനി ഛാപ്ന. വരച്ചോ? ഓക്കെ. കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടർ എന്താണ് പറയുന്നത്? മോഡേൺ എറയിലത്തെ ട്യൂട്ടർ ആയിട്ടാണ് പറയുന്നത് അല്ലെ. നവയുഗ ട്യൂട്ടർ. നവയുഗ ട്യൂട്ടർ. മൗസ് ഏതാണ് ഇതില്? മോൻ പറ. മൗസ് ഏതാണ്?
തേർഡ് വൺ ആണോ? ഏത് തേർഡ് വൺ? തേർഡ് വൺ നമ്മൾ വരച്ചു. First. ഹിന്ദി അംഗ്രേസി ടൈപ്പ് കർണ, അതോ ടൈപ്പ് ആണോ ചെയ്യുന്നേ? മൗസ് പ്രോഗ്രാം ചലാന, പ്രോഗ്രാം ആണോ ചെയ്യുന്നേ? ഏതാ? Last one. ലാസ്റ്റ് വൺ. വെരി ഗുഡ്. കമാൻഡ് ദേന. കുഞ്ചി കീസ്, കീസ് ഏതിലുള്ളത്? ഹിന്ദി കീസ് എന്തിനാ യൂസ് ചെയ്യുന്നേ? ടൈപ്പ് ചെയ്യാനല്ലേ? അപ്പൊ ഏതാ? First. ഫസ്റ്റ് വൺ. വെരി ഗുഡ്. ഫസ്റ്റ് വൺ. CPU എന്താ ചെയ്യുന്നേ? Program. പ്രോഗ്രാം ചലാന. നെക്സ്റ്റ് ആണ് कंप्यूटर हमारा मित्र बना रहे, इसके लिए हम क्या करना चाहिए? हमें क्या करना चाहिए? അതായത് കമ്പ്യൂട്ടർ നമ്മുടെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ താഴെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടർ ഹമാര മിത്ര ബനാ രഹേ, കമ്പ്യൂട്ടർ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കട്ടെ. എങ്ങനെയാണ്? ഇസ്കേ ലിയേ, അതിനു വേണ്ടിയിട്ട് ഹമേ ഉസ്കാ സഹി ഓർ സീമിത് ഉപയോഗ കർണാ ചാഹിയേ. അതിനെന്ത് ചെയ്യണം? റൈറ്റ് ആയിട്ടുള്ള വേയില്, കറക്റ്റ് വേയിലും, പിന്നെ സീമിത്. എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കാൻ പാടോ? ഇല്ല, ഒരു ലിമിറ്റഡ് ടൈമിന് വേണം ഇരിക്കാൻ, അല്ലെ? അതില് ഇരിക്കണം. ഈ ക്വസ്റ്റ്യൻ കണ്ടോ മോൻ? അതിന്റെ താഴെയായിട്ടുണ്ട് ഈക്വന്റെ ക്വസ്റ്റ്യൻ. कंप्यूटर हमारा मित्र बना रहे, इसके लिए हमें उसका सही और सीमित उपयोग करना चाहिए. കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ്. ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. സമാൻ അർത്ഥ വാലെ ശബ്ദ ലിഖേ, സെയിം മീനിങ് ഉള്ള വേർഡ്സ് എഴുതാൻ. ഏതൊക്കെയാ? അനിവാര്യ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഏതാണ്? ജറൂരി, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇതല്ലേ കൊടുത്തിട്ടുള്ളേ ടെക്സ്റ്റില്? നമുക്ക് ആ അനിവാര്യ എന്ന് വെച്ച് കഴിഞ്ഞാല് ജറൂരി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള, ആവശ്യകമായിട്ടുള്ള കാര്യം. നമുക്ക് ആവശ്യകം എന്നും പറയാം. ഓക്കെ, അത് എഴുതണമെന്നില്ല, ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടാ. ജറൂരി. ഓക്കെ, വഷ്. വഷ് ഏത് എഴുതാ? നിയന്ത്രണം എഴുതണോ അധികാരം എഴുതണോ? സിമ്പിൾ ആയിട്ടുള്ളത് നിയന്ത്രൺ ഓർ അധികാർ, ഏതെങ്കിലും ഒരെണ്ണം. കൺട്രോൾ. ഓക്കെ, വഷിന്റെ മീനിങ് കൺട്രോൾ. നെക്സ്റ്റ് നിരാല. നിരാല എന്താ? അനോഖ, യുണീക് അല്ലെങ്കിൽ വിശേഷ്. അനോഖ ഓർ ഏതോ. ദിമാഗ്. ദിമാഗ് എന്ന് വെച്ചാൽ എന്താ? ബുദ്ധി അല്ലെങ്കിൽ മസ്തിഷ്ക്. മസ്തിഷ്ക് ഓർ ബുദ്ധി, ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, കാം, കാര്യ അല്ലെങ്കിൽ ശ്രം, ഏത് വേണമെങ്കിലും എഴുതാം. കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്, ഏത് വേണമെങ്കിലും. കാര്യം എഴുതാം അല്ലെങ്കിൽ ശ്രം എന്ന് എഴുതാം, ഏത് വേണമെങ്കിലും. കഴിഞ്ഞു? ആങ്ക്, നേത്ര അല്ലെങ്കിൽ നയൻ. ഓക്കെ, അപ്പൊ അനിവാര്യ, ജറൂരി അല്ലെങ്കിൽ ആവശ്യക, വശ് नियंत्रण और अधिकार, निराला, अनोखा, विशेष, दिमाग, बुद्धि, मस्तिष्क, काम, कार्य, श्रम. ഓക്കെ, നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് പേജിലുള്ളതാന്ന് തോന്നുന്നു. അതിന്റെ വിശേഷണം വിശേഷം എഴുതാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് എന്താ? ചായ് ഗരം ഹെ. ചായ എന്താണ്? ഗരം ഹെ, ചൂടാണ്. അപ്പൊ അതിലത്തെ വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ്സ് ആണ്. വിശേഷം എന്ന് പറയുന്നത് ഏതിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്താ പറയാ, വിശേഷ്യ എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല കുട്ടി എന്നുള്ളതാണെങ്കിൽ നല്ലതാണ് അതിലത്തെ വിശേഷൻ. അതിന്റെ വിശേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിയാണ്. അപ്പൊ ഇതിലേതാണ് വരുന്നത്? ചായ് ഗരം ഹെ. ഇതിൽ വിശേഷണം എന്താണ്? ചായ്. വിശേഷ്യം അല്ല, ഗരം ആണ് ഇതിലത്തെ വിശേഷൻ, ചായ ആണ് അതിലത്തെ എന്ത് വരുന്നത്? വിശേഷ്യ വരുന്നത്. ഓക്കെ, എഴുതിയിട്ടുണ്ടോ? ഓക്കെ, പേട് ഊച്ചാ ഹെ, അതിലത്തെ എന്തുട്ടാ വരാ? വിശേഷണം എന്താണ്? ഊച്ച. അതിലത്തെ വിശേഷ്യം എന്തായിട്ട് വരും? പേട്. എഴുതിക്കാൻ ഞാൻ പറയട്ടാ. സഭി കേലെ പീലേ ഹെ, എന്താണ്? എല്ലാ പഴവും മഞ്ഞയാണ്. അപ്പൊ അതിൽ ഏതാണ് വരിക? പീലെ വിശേഷൻ, കേലെ വിശേഷൻ.
അടുത്ത മീഠാ സേബ് അല്ലെ. മീഠാ സേബ് അച്ഛാ ലഗ്താ ഹെ, അതായത് സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിള് എന്താണ് ഭയങ്കര രസമായിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലത്തെ വിശേഷണം എന്താ? മീഠാ, മധുരമുള്ള, സ്വീറ്റ്. മറ്റേത് എന്താ വരാ? വിശേഷ്യ സേബ്. ശരിയോ? നെക്സ്റ്റ് ഐസ്ക്രീം ഠണ്ഡി ഹെ, ഐസ്ക്രീം തണുത്തതാണ്. അതിലത്തെ വിശേഷണം എന്താണ്? ഠണ്ഡി. വിശേഷ്യ ഐസ്ക്രീം. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.